പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന ആ കുട്ടിക്ക് വായനയും എഴുത്തും വലിയൊരു വെല്ലുവിളിയായിരുന്നു. അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ അവൻ പലപ്പോഴും പകച്ചുനിന്നു. ഇതിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇത് അവന്റെ ബുദ്ധിയുടെ കുറവല്ലായിരുന്നു എന്ന് പലരും തിരിച്ചറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവന്റെ തലച്ചോറിൽ വിവരങ്ങൾ കൈമാറുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഇതിന് കാരണം. സാധാരണഗതിയിൽ നമ്മളൊരു വാക്ക് കാണുമ്പോൾ തലച്ചോറിന്റെ ഇടതുവശത്തുള്ള ടെമ്പോറൽ ലോബ് ആണ് ആ അക്ഷരങ്ങളെ ശബ്ദങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളിൽ തലച്ചോറിലെ ഈ ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ കൈമാറുന്നതിൽ ഒരു തടസ്സം നേരിടുന്നു. ഇൻഫർമേഷൻ പ്രോസസ്സിംഗിൽ വരുന്ന ഈ ഒരു ബ്ലോക്ക് കാരണമാണ് അക്ഷരങ്ങൾ മറിയുന്നതായും വായന പ്രയാസകരമായും അവർക്ക് തോന്നുന്നത്. ഇവിടെയാണ് നമ്മുടെ കൃത്യമായ ഇടപെടലുകൾ ആവശ്യം. മൾട്ടി സെൻസറി അപ്രോച്ച് വഴി, അതായത് കാഴ്ചയ്ക്കും വായനയ്ക്കും പുറമെ സ്പർശനത്തിലൂടെയും ശബ്ദങ്ങളിലൂടെയും വിവരങ്ങൾ നൽകണം. അക്ഷരങ്ങൾ മണലിൽ എഴുതിച്ചും ചിത്രങ്ങൾ ഉപയോഗിച്ചും പഠിപ്പിക്കുമ്പോൾ തലച്ചോറിലെ മറ്റുപാതകൾ സജീവമാകുന്നു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന സവിശേഷതയിലൂടെ നിരന്തരമായ പരിശീലനം നൽകിയാൽ തലച്ചോറിൽ പുതിയ പാതകൾ നിർമ്മിക്കാനും ഈ തടസ്സങ്ങളെ മറികടക്കാനും ആ കുട്ടിക്ക് സാധിക്കും. ഡിസ്ലെക്സിയയെ മറികടക്കാൻ കൃത്യസമയത്തുള്ള ഇടപെടൽ അനിവാര്യമാണ്. നിങ്ങളുടെ കുട്ടിയുടെ തിളക്കമാർന്ന ഭാവിക്കായി എത്രയും നേരത്തെ തന്നെ സൈക്കോളജിസ്റ്റിന്റെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയും സഹായം ഉറപ്പാക്കുക.